അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അഗ്നി പരീക്ഷണം കഴിഞ്ഞിട്ട് പോലും ജനങ്ങൾ ഏക ഇലാഹിലേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല. അവർ ശിർക്കിൽ നിന്ന് മടങ്ങുന്നില്ല. ഇനി നാട് വിട്ടുപോകാമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കരുതുകയാണ്. അള്ളാഹുവിന്റെ അനുമതിയോടെ സമീപ നാടുകളിലേക്ക് പോകാം. പിതാവിനെ നേർമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെ പരിശ്രമിച്ചിരുന്നു. പിതാവിനോട് കാണിക്കേണ്ട എല്ലാ മര്യാദകളും സ്നേഹ ബഹുമാനങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ പിതാവ് വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയത്. നീ ഇത്തരം സംസാരം നിർത്തിയില്ലെങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞുകൊല്ലും. രക്ഷ വേണമെങ്കിൽ സ്ഥലം വിട്ടോ. ഇതായിരുന്നു പിതാവിന്റെ പ്രതികരണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിതാവിനോട് സലാം പറഞ്ഞു വിട ചൊല്ലി. നിങ്ങൾക്ക് സലാം, സലാമുൻ അലൈക. അല്ലയോ പിതാവേ, താങ്കളുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല സലാമുൻ അലൈക സഅസ്തഗ്ഫിറുക ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് സലാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ റബ്ബിനോട് പാപമോചനത്തിന് പ്രാർത്ഥിച്ചു കൊള്ളാം. അവൻ എന്നോട് വളരെ കനിവുള്ളവനാകുന്നു. 19-ാം അധ്യായത്തിലെ 47-ാം വചനമാണ്. തുടർന്ന് 48-ാം വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നു, വഅഅ്തസിലുകും വമാ തദ്ഊന മിൻ ദൂനില്ലാഹി വഅദ്ഉ റബ്ബി അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ. നിങ്ങളെയും അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു വരുന്നതിനെയും ഞാൻ വിട്ടൊഴിഞ്ഞു പോവുകയാണ്. ഞാൻ എന്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. എന്റെ റബ്ബിനെ വിളിക്കുന്നതിൽ ഞാൻ പരാജിതനാവാതിരുന്നേക്കാം. എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോവുകയാണ്. തൗഹീദിന്റെ മാർഗത്തിൽ എന്ത് ത്യാഗത്തിനും സന്നദ്ധനായി കൊണ്ടുള്ള പുറപ്പാട്. പിതാവിനു വേണ്ടി പലതവണ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുമെന്ന് വാഗ്ദാനം ചെയ്തതുമാണല്ലോ. പിതാവിന്റെ കാര്യത്തിൽ വലിയ മനോവേദനയും ഉണ്ടായിരുന്നു. പിതാവ് അള്ളാഹുവിന്റെ ശത്രുവാണ്, പിശാചിനെ പിന്തുടർന്നവനുമാണ്. അക്കാര്യം മകന് ബോധ്യമായി. അല്ലാഹു തആല തന്നെ പറയുന്നു, വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹീമ ലി അബീഹി ഇല്ലാ അൻ മൗഇദത്തിൻ വഅദഹാ ഇയ്യാഹു ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവ്വുൻ ലില്ലാഹി തബറഅ മിൻഹു ഇന്ന ഇബ്രാഹീമ ലഅവ്വാഹുൻ ഹലീം. ഇബ്രാഹിം അദ്ദേഹത്തിന്റെ പിതാവിനു വേണ്ടി പാപമോചനം തേടിയത് അദ്ദേഹം അയാളോട് ചെയ്തിരുന്ന ഒരു വാഗ്ദത്ത നിമിത്തമല്ലാതെ ആയിരുന്നില്ല. എന്നിട്ട് അയാൾ അള്ളാഹുവിന്റെ ഒരു ശത്രുവാണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി തീർന്നപ്പോൾ അദ്ദേഹം അയാളിൽ നിന്ന് ബന്ധം വിട്ടുമാറി. നിശ്ചയമായും ഇബ്രാഹിം വളരെ വിനയമുള്ളവനും സഹനശീലനും തന്നെയാകുന്നു. 9-ാം അധ്യായത്തിലെ 114-ാം വചനമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെയേറെ വിനയം പ്രകടിപ്പിച്ചിരുന്ന ആളായിരുന്നു. ആ വിനയം നമുക്ക് മാതൃകയാണ്. വളരെയേറെ പരീക്ഷണങ്ങൾ നേരിട്ട പ്രവാചകനാണ് അദ്ദേഹം. അപ്പോഴെല്ലാം ക്ഷമ അവലംബിക്കുകയാണ്, വെപ്രാളം കാണിച്ചില്ല. ആ വിനയവും ക്ഷമയും വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു. മുഅ്മിനീങ്ങൾക്ക് മാതൃകയാക്കാനുള്ളത് ആ ക്ഷമാശീലമാണ്. പിതാവ് അള്ളാഹുവിന്റെ ശത്രുവാണെന്ന് ബോധ്യം വന്നതോടെ ബന്ധം ഇല്ലാതാവുകയാണ്. എന്നെങ്കിലും ഒരിക്കൽ നന്നായി തീരുമെന്ന പ്രതീക്ഷ അസ്തമിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറാഖിൽ നിന്ന് സിറിയയിലേക്ക് ഹിജ്റ പോകാൻ ഒരുങ്ങി. അല്ലാഹു തആല പറയുന്നു, വഖാല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. അദ്ദേഹം പറഞ്ഞു, നിശ്ചയമായും ഞാൻ എന്റെ റബ്ബിലേക്ക് പോവുകയാണ്. അവൻ എനിക്ക് മാർഗദർശനം നൽകിക്കൊള്ളും. 37-ാം അധ്യായത്തിലെ 99-ാം വചനമാണ്. അല്ലാഹു തആല ഒരിക്കലും തന്നെ കൈവിടിയുകയില്ല. അവൻ മാർഗദർശനം നൽകും. ആ ഉറച്ച വിശ്വാസത്തോടെ ഇബ്രാഹിം നബിയും തന്റെ പ്രിയപത്നി സാറാ ബീവി റളിയല്ലാഹു അൻഹായും ലൂത്ത് നബി അലൈഹിസ്സലാമും ഷാമിലേക്ക് യാത്ര തിരിച്ചു. രാപ്പകലുകൾ മാറി മാറി വന്നു. പകൽ യാത്ര ചെയ്യും, രാത്രി വിശ്രമിക്കും. പരിമിതമായ ഭക്ഷണം, വെള്ളം നന്നായി കുടിക്കും. വളരെ വിശാലമായ ഭൂപ്രദേശമാണ് അന്നത്തെ ഷാം. പിൽക്കാല പ്രവാചകന്മാർ പലരും അവിടെയാണ് ജനിച്ചു വളർന്നത്. വളരെ അനുഗ്രഹീതമായ നാട്, ധാരാളം പഴവർഗ്ഗങ്ങൾ വളരുന്ന പ്രദേശം. തൗറാത്തും ഇഞ്ചീലും ഇറങ്ങിയത് അവിടെയാണ്. വെള്ളം കിട്ടാൻ ധാരാളം സൗകര്യങ്ങളുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെ അവിടെ എത്തി. കുറച്ചുകാലം അവിടെ താമസിച്ചു. അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു. ചിലർ കേട്ട കാര്യങ്ങൾ വിശ്വസിച്ചു. പിന്നീട് അവർ ഈജിപ്തിലേക്ക് പുറപ്പെട്ടു. പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നു. ഈജിപ്തിലെത്തിയ ഉടനെ അവരെ രാജകൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. സാറാ ബീവിയുടെ സൗന്ദര്യം രാജാവിനെ വല്ലാതെ ആകർഷിച്ചു.
ബീവിയെ ചതിയിൽപ്പെടുത്താൻ തന്നെ രാജാവ് തീരുമാനിച്ചു. സാറാ റളിയല്ലാഹു അൻഹായുടെ ഈമാൻ വളരെ ശക്തമായിരുന്നു. ഏതു വിപത്തിലും അള്ളാഹു തന്നെ സംരക്ഷിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. സാറാ ബീവി റളിയല്ലാഹു അൻഹ കൊട്ടാരത്തിനകത്താണ്. വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടു. എത്രയോ സ്ത്രീകളെ ആ രാജാവ് ആ മുറിയിൽ കുടുക്കി പീഡിപ്പിച്ചിട്ടുണ്ട്. രാജാവിന്റെ കൈകളിൽ പെട്ടാൽ രക്ഷപ്പെടാനാവില്ല. രാജാവ് ദുരുദ്ദേശത്തോടെ സാറാ ബീവി റളിയല്ലാഹു അൻഹയെ സമീപിച്ചു. അത്ഭുതം തന്നെ, അയാളുടെ ശരീരം കുഴഞ്ഞുപോയി. രാജാവ് കരഞ്ഞു രക്ഷയ്ക്കു വേണ്ടി യാചിച്ചു. സാറാ ബീവി റളിയല്ലാഹു അൻഹ രാജാവിന് ആരോഗ്യം തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അയാൾക്ക് വീണ്ടും ശക്തി തിരിച്ചു കിട്ടി. വീണ്ടും സാറാ ബീവിയെ പിടിക്കാൻ വരികയാണ്. വീണ്ടും കുഴഞ്ഞു വീഴുകയാണ്. വീണ്ടും രാജാവ് കേണപേക്ഷിക്കുകയാണ്. സാറാ ബീവി റളിയല്ലാഹു അൻഹ വീണ്ടും പ്രാർത്ഥന നടത്തി. വീണ്ടും ആരോഗ്യം തിരിച്ചു കിട്ടി. ഒരിക്കൽ കൂടി അയാൾ സാറാ ബീവി റളിയല്ലാഹു അൻഹയെ സമീപിച്ചു. വീണ്ടും കുഴഞ്ഞു വീണു. ഞാനിനി ഉപദ്രവിക്കില്ല, എന്നെ രക്ഷിക്കൂ, അയാൾ കരഞ്ഞു പറഞ്ഞു. വീണ്ടും സാറാ ബീവി അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. വീണ്ടും ആ രാജാവിന് ആരോഗ്യം തിരിച്ചു കിട്ടി. സാറാ ബീവി റളിയല്ലാഹു അൻഹ സാധാരണ സ്ത്രീയല്ലെന്ന് രാജാവിന് ബോധ്യമായി. തെറ്റിന് മാപ്പ് ചോദിക്കുകയും ചെയ്തു. തന്റെയും നാട്ടിന്റെയും നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൊട്ടാരത്തിൽ വരുത്തി സൽക്കരിച്ചു. ബഹുമാനപൂർവ്വം ആ ദമ്പതികളെ യാത്രയയച്ചു. പോകാൻ നേരത്ത് അവർക്കൊരു സമ്മാനം നൽകി. ഹാജറ എന്നു പേരുള്ള ചെറുപ്പക്കാരിയാണ് ആ സമ്മാനം. ഈ രാജാവിന്റെ പേര് റഖയൂൻ എന്നായിരുന്നുവെന്നും ഫിറഔൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ആദ്യത്തെ രാജാവാണിതെന്നും ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഫിറഔനിന്റെ പുത്രിയാണ് ഹാജറ എന്നും മനുഷ്യ സാധാരണമല്ലാത്ത കാര്യങ്ങൾ സാറാ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് പ്രത്യക്ഷമായപ്പോൾ ബഹുമാന സൂചകമായി തന്റെ മകളെ പരിചാരികയായി അയച്ചു കൊടുക്കുകയായിരുന്നുവെന്നും അവർ പറയുന്നുണ്ട്. സാറയ്ക്ക് കിട്ടിയ സമ്മാനമാണ് ഹാജറ ബീവി. ഈജിപ്തിൽ കുറച്ചുകാലം താമസിച്ചു. ഇസ്ലാം മതം പ്രചരിപ്പിച്ചു. ചിലരൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സംഘം അനുയായികളുമായി ഫലസ്തീനിലേക്ക് പുറപ്പെട്ടു. സമ്പൽ സമൃദ്ധമായ ഫലസ്തീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സംഘത്തോടൊപ്പം അവിടെയെത്തി. ഫലസ്തീനിലെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും സഞ്ചരിച്ചു കുറെ ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു. നബിയും കൂട്ടരും ചേർന്ന് കൃഷി ആരംഭിച്ചു. ധാരാളം അടിമകളെയും മൃഗങ്ങളെയും വാങ്ങി. എല്ലാവരും ചേർന്ന് കൃഷിപ്പണി ചെയ്തു. അല്ലാഹു തആല വമ്പിച്ച അനുഗ്രഹം നൽകി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വലിയ സൽക്കാര പ്രിയനായിരുന്നു. ധാരാളം അതിഥികൾ വരും, എല്ലാവരെയും സൽക്കരിക്കും. ഒരു ദിവസം സാറാ ബീവി റളിയല്ലാഹു അൻഹ ഭർത്താവിനോട് ഒരു സ്വകാര്യം പറഞ്ഞു. ഇതുവരെ നമുക്കൊരു കുഞ്ഞുണ്ടായിട്ടില്ല, നമുക്കൊരു കുഞ്ഞിനെ വേണം. നിങ്ങൾ ഹാജറയെ വിവാഹം കഴിക്കണം. അവൾ പ്രസവിച്ചാൽ നമുക്കൊരു കുഞ്ഞിനെ കിട്ടുമല്ലോ. സാറാ ബീവി റളിയല്ലാഹു അൻഹയുടെ അഭിലാഷം നടന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജറ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. ഏറെ താമസിയാതെ ഹാജറ ബീവി ഗർഭിണിയായി. സാറാ റളിയല്ലാഹു അൻഹക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും വളരെ സന്തോഷം. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ വാഴ്ത്തി പറഞ്ഞു. അവനെ മനസ്സറിഞ്ഞ് സ്തുതിച്ചു. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ചു. ആൺകുഞ്ഞാണ്. അതോടെ മുസ്ലിങ്ങൾക്കിടയിൽ ആഹ്ലാദം പടർന്നു. കുഞ്ഞിന് ഇസ്മായിൽ എന്ന് പേരിട്ടു. ഇസ്മായിൽ നല്ല ഓമനത്തമുള്ള കുട്ടി. കണ്ടവരെല്ലാം സന്തോഷിച്ചു. കണ്ടവരുടെയെല്ലാം മനസ്സിൽ കുഞ്ഞിന്റെ സുന്ദര രൂപം മായാതെ നിന്നു. സാറാ റളിയല്ലാഹു അൻഹാക്ക് എന്തെന്നില്ലാത്ത സന്തോഷം, സംതൃപ്തി. കുട്ടിയെ ഓമനിച്ചു വളർത്തുന്നത് അവരാണ്. ഹാജറ കുഞ്ഞിന് പാല് കൊടുക്കും. മുലപ്പാലിൽ നിന്ന് എല്ലാ പോഷകങ്ങളും കിട്ടി. കുഞ്ഞ് നല്ല ആരോഗ്യത്തോടെ വളരുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അക്കാലത്ത് 96 വയസ്സാണ് പ്രായം. വാർദ്ധക്യത്തിൽ ലഭിച്ച കുഞ്ഞിനോട് എന്തെന്നില്ലാത്ത വാത്സല്യമാണ്. അപ്പോഴാണ് കടുത്ത പരീക്ഷണം വരുന്നത്. ആരും പതറിപ്പോവുന്ന രംഗം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാത്രം പതറിയില്ല. വീണ്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദീർഘയാത്ര തുടരുകയാണ്. ഈ യാത്രയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും പ്രിയപത്നി ഹാജറ റളിയല്ലാഹു അൻഹയും കൊച്ചുമകൻ ഇസ്മായിൽ അലൈഹിസ്സലാമും മാത്രമാണുള്ളത്. ഒരു കൊച്ചു സംഘം യാത്ര തുടരുകയാണ്. വിശാലമായ ഭൂപ്രദേശം, ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന മലകൾ, അവയ്ക്ക് മീതെ മേഞ്ഞു നടക്കുന്ന മേഘങ്ങൾ. വളരെ ദൂരം വിജനപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആൾപ്പാർപ്പുള്ള സ്ഥലത്തെത്തും. അല്പനേരത്തെ വിശ്രമം, വീണ്ടും യാത്ര തുടരും. വിശുദ്ധ മക്ക, ജനവാസമില്ലാത്ത മരുപ്രദേശം. പണ്ടെന്നോ തകർന്നുപോയ കഅബാലയത്തിന്റെ ഭാഗമായി ഒരു മണൽക്കൂന മാത്രം അവശേഷിക്കുന്നു. അതിന് സമീപം അവർ വന്നിറങ്ങി. ചുട്ടുപൊള്ളുന്ന വെയിൽ, നോക്കുന്നിടത്തെല്ലാം കറുത്തിരണ്ട മലകൾ. തണൽ കണ്ട സ്ഥലത്തിരുന്നു. സമീപത്തു തന്നെ സഫാ മല, അകലെ മർവ എന്ന മല. ഒരു സഞ്ചിയിൽ ഈത്തപ്പഴം, ഒരു തോൽപാത്രത്തിൽ വെള്ളം.
നീയും മകനും ഇവിടെ തന്നെ താമസിക്കുക, ഞാൻ പോവുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. ഹാജറ റളിയല്ലാഹു അൻഹ ഞെട്ടിപ്പോയി. ഭയവും സങ്കടവും നിറഞ്ഞ സ്വരത്തിൽ ഭർത്താവിനെ വിളിച്ചു. കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവർ ഭർത്താവിന്റെ പിന്നാലെ ഓടി ഓടി. ഒന്ന് നിൽക്കണേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കണേ. ആൾപ്പാർപ്പില്ലാത്ത ഈ പ്രദേശത്ത് ഞങ്ങൾ എങ്ങനെ കഴിയും? ഒന്നിനും മറുപടിയില്ല. ഭർത്താവ് അകന്നകന്നു പോവുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചാണോ നിങ്ങൾ ഞങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നത്? ഹാജറ റളിയല്ലാഹു അൻഹ വെപ്രാളത്തോടെ ചോദിച്ചു. അതെ എന്ന സൂചന കിട്ടി. ഇനിയൊന്നും പറയാനില്ല. മകനെ മാറോട് ചേർത്ത് പിടിച്ച് കണ്ണീർ തുടച്ച് തണലിൽ പോയിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കി. ഇപ്പോൾ ഹാജറയെ കാണാനില്ല. കഅബാലയത്തിന്റെ മണൽക്കൂനയ്ക്കു നേരെ തിരിഞ്ഞു നിന്ന് സർവശക്തനായ നാഥനോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു. അള്ളാഹുവേ, നിന്റെ കൽപ്പന പ്രകാരം ഞാനിതാ എന്റെ ഭാര്യയെയും മകനെയും ഇവിടെ ഉപേക്ഷിച്ചു പോവുകയാണ്. കൃഷിയില്ലാത്ത സ്ഥലമാണ്, ഒരു കിണറില്ലാത്ത സ്ഥലമാണ്, വെള്ളമില്ലാത്ത സ്ഥലമാണ്, മനുഷ്യരെ കാണാനില്ല. റബ്ബേ, നീ തന്നെയാണ് തുണ. ഏതെങ്കിലും മനുഷ്യരുടെ ശ്രദ്ധ ഇതുവഴി തിരിക്കണമേ. കണ്ണുനീരൊഴുക്കി കൽബ് കിടുകിടുത്തുപോയി. പിന്നെ പെട്ടെന്ന് സ്ഥലം വിട്ടു. മക്കയിൽ നിന്ന് അകന്നകന്നു പോയി. വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാത ഫജ്അൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാതി ലഅല്ലഹും യഷ്കുറൂൻ. ഈ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ കാണാം. ഞങ്ങളുടെ റബ്ബേ, എന്റെ സന്തതികളിൽ നിന്ന് ഒന്നിനെ കൃഷിയില്ലാത്ത ഒരു താഴ്വരയിൽ ഞാനിതാ താമസിപ്പിച്ചിരിക്കുന്നു, നിന്റെ പവിത്രമായ ഭവനത്തിനടുത്ത്. ഞങ്ങളുടെ റബ്ബേ, അവർ നിസ്കാരം നിലനിർത്തുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് മനുഷ്യരിൽ നിന്നുള്ള ചിലരുടെ ഹൃദയങ്ങളെ അവരുടെ നേരെ ചായുന്നതാക്കേണമേ. പഴവർഗ്ഗങ്ങളിൽ നിന്ന് അവരെ നീ ഭക്ഷിപ്പിക്കുകയും ചെയ്യണമേ. അവർ നന്ദി കാണിച്ചേക്കാം. 14-ാം അധ്യായത്തിലെ 37-ാം വചനമാണ്. പ്രിയ പത്നിയെയും മകനെയും സർവശക്തനായ അള്ളാഹുവിൽ വരമേൽപ്പിച്ചു. അള്ളാഹു തആല കൃപാലുവാണ്. അവന്റെ പദ്ധതികൾ വിജയിക്കുക തന്നെ ചെയ്യും. ഉമ്മയെയും മകനെയും ഈ പ്രദേശത്ത് എത്തിച്ചതിന് അവന് ലക്ഷ്യങ്ങൾ ഉണ്ടാവും. അവന് മാത്രമേ അവ അറിയുകയുള്ളൂ. കൽപ്പനയ്ക്ക് വഴങ്ങുക, അങ്ങനെ അവന്റെ പ്രീതി സമ്പാദിക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെ ആശ്വാസം കണ്ടെത്തി. ഇൻഷാ അല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഹാജറ ബീവിയുടെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും പരിശുദ്ധമായ ചരിത്രം വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. അല്ലാഹു തആല ആ ചരിത്രം കേൾക്കുവാനും അവരോടുള്ള ഹുബ്ബ് വർദ്ധിക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവരോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് ഏറ്റിത്തരണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.